കർഷക പ്രക്ഷോഭം വലിയ തോതിൽ ബി.ജെ.പിക്കെതിരെ കോൺഗ്രസ് ആയുധമാകുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതി ഏറ്റവും വലിയ പോരാളിയായിരുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഫയൽവാന്മാരുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് അങ്ങനെ വിനേഷ് അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട് ജുലാനയിൽ എങ്കിൽ അതിന്റെ വ്യാപന ശേഷി ഹരിയാനയിൽ മുഴുവൻ വേണ്ടതല്ലേ എന്നാണ് സന്ദീപ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബി.ജെ.പിക്കെതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ആവനാടിയിൽ വെച്ചിരുന്ന മുഴുവൻ ആയുധങ്ങളും അവർക്കെതിരെ തന്നെ തിരിയുന്ന ഒരു കാഴ്ച ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതിന്റെ കാരണം മധു, ഇത് സംഭവിച്ചിരിക്കുന്നത് ഹരിയാന ഒരു മൾട്ടി കോർണേഡ് കോൺട്ര സ്റ്റേറ്റ് ആണ് ആയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത ഒരു 2 ഹോഴ്സ് റേസിലേക്ക് ഹരിയാന കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 20-ൽ നിന്നും 40-ലേക്ക് 39.1-ലേക്ക് മാറുന്നു. ബി.ജെ.പിയുടെ വോട്ട് ഷെയറും കൂടുന്നു. ഇതിന്റെ മെച്ചം അനുഭവിച്ചത് ബി.ജെ.പിക്കാണ്. കാരണം ഭരണവിരുദ്ധ വികാരം പലതായി ചിതറി. നോക്കൂ, ചെറിയ തോതിൽ മാത്രമാണ് INLD വോട്ട് പിടിച്ചിരിക്കുന്നത്. കേവലം 2 സീറ്റിലാണ് അവർക്ക് വിജയ സാധ്യത. അതുപോലെ തന്നെ JJP പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. 1-2 സീറ്റിൽ ഒരുപക്ഷെ അന്തിമ കണക്കിൽ വിജയിച്ചു വന്നേക്കാം. അതിന് സാധ്യതയില്ല. അവിടെ ദുഷ്യന്ത് ചൗട്ടാല 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. ദുഷ്യന്ത് ചൗട്ടാലയും പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഭയ് സിംഗ് ചൗട്ടാലയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിജയം. അതുകൊണ്ട് ദേവിലാലിന്റെ ചെറുമക്കൾക്ക് ആർക്കും തന്നെ പച്ച തൊടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ലോക്ദളിന്റെ ട്രഡീഷണൽ ലോക്ദളിന്റെ ആ ഒരു സ്പേസ് പൂർണ്ണമായി ഒന്നുകിൽ ബി.ജെ.പിയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ സ്വാംശീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് പ്രധാനമായും എടുത്തത് ബി.ജെ.പി ആണെന്ന് കാണാം. ഇവിടെ ജാതി മാത്രം നോക്കിയാൽ പോരാ. ശരിയാണ്, നേരത്തെ നമ്മൾ സംസാരിച്ചത് പൂർണ്ണമായും ശരിയാണ്. കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു 26% വരുന്ന ജാറ്റ് പോപ്പുലേഷന്റെ കലവറയില്ലാത്ത പിന്തുണ. പക്ഷേ അവർ മറന്നത് എന്ന് പറയുന്നത് ബി.ജെ.പി ഇറക്കിയ ഒരു ട്രംപ് കാർഡായിരുന്നു നൈബ് സിംഗ് സൈനി എന്നത്. ഒരു ജാട്ട് നേതാവിനെ മാറ്റിക്കൊണ്ട് ഒരു OBC നേതാവിനെ പ്രതിഷ്ഠിക്കുക വഴി ജാട്ട് ഇതര വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ ദളിത് വോട്ടുകളും OBC വോട്ടുകളും എല്ലാം വളരെ സൈലന്റായി ബി.ജെ.പിയിലേക്ക് കോൺഗ്രസിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല. നോക്കൂ, 28 ജാട്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുള്ളപ്പോൾ 16 ജാട്ട് സ്ഥാനാർത്ഥികളാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. OBC ഫേസ് എന്നുള്ള നിലയിൽ സൈനി മുഖ്യമന്ത്രിയാവുന്നു. OBC വോട്ടുകൾ നോക്കൂ, ജാട്ട് പോപ്പുലേഷൻ 25% ഹരിയാനയിലെ OBC പോപ്പുലേഷൻ എന്ന് പറയുന്നത് 40%. നമ്പറാണ് അത്. കോൺഗ്രസിന് പക്ഷേ മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? വലിയൊരു ചങ്ക് ഭൂപിന്ദർ ഹൂഡ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നിലയിലേക്ക് വരുന്നു. വളരെ സ്ട്രാറ്റജിക് ആയി കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാലിച്ച് ബി.ജെ.പി അവരുടെ പോൾ മെഷീൻ എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യിക്കുന്നു. കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിന് അത് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ പ്രൊഫഷണലായ സംഘം വിജയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ശ്രീ അഭിലാഷ് മനസ്സിലാക്കേണ്ടത്. കാരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത പാർട്ടി ഇവിടെ ബി.ജെ.പി ആണ്. പക്ഷെ അവർ കോലാഹലങ്ങളില്ലാതെ അത് പൂർത്തീകരിച്ചു. അതേസമയം വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ഫാൻഫെയറോടുകൂടി ഇതാ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറി. ഇംഗ്ലീഷ് ഒരു സെയിങ് ഉണ്ടല്ലോ, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ് അല്ലേ? കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞാകുന്നതിന് മുൻപ് തന്നെ ഇതിനെ കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചെടുത്താണ് കോൺഗ്രസിന് പാളിച്ച. ഈ പുറമേ കാണുന്ന ഒരു ഹൈപ്പ് ഉണ്ടായില്ല താഴെത്തട്ടിൽ. അതുമാത്രമല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഹരിയാനയിൽ ഇൻടാക്റ്റ് ആണെന്നാണ് കോൺഗ്രസ് ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കാട്ടുന്നത്. കാരണം ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിന് ഊർജ്ജം നൽകിയിരുന്നത് എക്കാലത്തും RSS ആണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS ബി.ജെ.പി കോർഡിനേഷൻ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുകയായിരുന്നു. അത് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന സൂചന കൂടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ ആന്റി ഇൻകംബൻസി വോട്ടുകൾ അങ്ങനെ ചിതറിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അതിന്റെ ഒരു മേജർ ഷെയർ എടുത്തിട്ടുണ്ട്. അവരുടെ വോട്ട് ശതമാനം ഏതാണ്ട് 19% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആകെ 20% വോട്ടുകൾ ചിഹ്നിച്ചേറിപ്പോയി. എനിക്ക് തോന്നുന്നു BSP ഒക്കെ നോട്ടയ്ക്കും താഴെയാണ് എന്നൊരു സാഹചര്യം. ഒരുപാട് പാർട്ടികൾ ഉണ്ടായിരുന്നു, സ്വതന്ത്രരുണ്ടായിരുന്നു. അവർക്കൊന്നും കൺസിഡറബിൾ ആയി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വോട്ടുകൾ മുഖ്യമായും 80% വോട്ടുകളും കോൺഗ്രസിനും ബി.ജെ.പിക്കും ഇടയിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഒരു 20%ത്തിലേക്കാണ് ബാക്കി എല്ലാവരും BSP, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി, 2 ജാട്ട് പാർട്ടികൾ പ്ലസ് ഈ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ. കാര്യമായി അവർക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ച് ഭരണവിരുദ്ധ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്യന്തികമായി കോൺഗ്രസിന്റെ സ്ട്രാറ്റജി പാളി എന്നാണ് നമുക്ക് ഒരു വാചകത്തിൽ ഇതിനെ പറയാൻ കഴിയുക.